ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു കിച്ചൺ വീഡിയോ ആയിട്ടൊന്നല്ല കേട്ടോ വന്നിട്ടുള്ളത്. ഞാനിപ്പോൾ ചേലങ്കര വീട്ടിലാണ് ഉള്ളത്. അപ്പോൾ അവിടെ നമ്മളുടെ ആപ്പാൻ്റെ വീട്ടിൽ ഒരു ബുൾബുൾ പക്ഷി കൂട് വെച്ചിരിക്കുന്ന ഒരു വീഡിയോസ് ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാലോ, പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മളുടെയും കൂടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മളൊരിക്കലും പ്രകൃതിയെ നശിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ നമ്മളൊരിക്കലും ഒന്നും ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ഭൂമിയിൽ ജീവിക്കേണ്ട അവകാശം നമ്മളുടെ പക്ഷികൾക്കും ഓരോ ജീവജാലങ്ങൾക്കും ഉണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായി നമ്മളുടെ വീടിനകത്ത് ഒരു ബുൾബുൾ പക്ഷി കൂട് വെച്ചിട്ടുണ്ട്. ഒരു 2 മാസത്തോളമായിട്ട് കൂട് വെച്ചിട്ടുണ്ട്. അതിനുള്ള ഫെസിലിറ്റി നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ 2 മാസത്തോളമായി നമ്മുടെ സിറ്റ് ഔട്ടിനകത്ത് ഫാന് വർക്ക് ചെയ്യിച്ചിട്ട് കേട്ടോ. കാരണം ഫാന് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പക്ഷി അവിടെ നിന്ന് പാറിപ്പോവും, അതിൻ്റെ കൂട് നശിച്ചു പോവും. അപ്പോൾ നമുക്കും അതൊരു വേദനയാണ്. അത് കാരണം നമ്മൾ 2 മാസത്തോളമായിട്ട് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളോട് നന്നായിട്ട് ഇണങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഉള്ള പക്ഷികൾ നമ്മൾ അതിനെ ഉപദ്രവിക്കാതിരിക്കുന്നിടത്തോളം കാലം അത് നമ്മളോട് നന്നായിട്ട് ഇണങ്ങുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മളെന്തെങ്കിലും ഫ്രൂട്ട്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ കയ്യിൽ വെച്ച് കൊടുത്താൽ അതങ്ങനെ കയ്യിൽ നിന്നും കൊത്തിപ്പറിച്ച് എടുത്ത് പോവുകയും ചെയ്യും കേട്ടോ. പിന്നെ ഇതിനകത്ത് കുട്ടികളെ ഇൻക്ലൂഡ് ആക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. കാരണം ഇതിൻ്റെ അമ്മ പക്ഷി ഭക്ഷണം തേടി പോകുന്ന ടൈമിൽ അതിൻ്റെ ഇണ വന്നിട്ടാണ് കേട്ടോ കുട്ടികളെ നോക്കുന്നത്. അപ്പോൾ ഫുൾ ടൈം ഒരാളല്ലെങ്കിൽ ഒരാൾ എപ്പോഴും ഇതിനകത്ത് കാവലായിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിതിനകത്തുള്ള കുട്ടികളെ വീഡിയോസ് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അമ്മ പക്ഷി കുട്ടികൾക്ക് ഫുഡൊക്കെ കൊടുക്കുന്നതുണ്ട് കേട്ടോ ഇതിനകത്ത്. അങ്ങനെ നമ്മളോട് നന്നായിട്ട് കൊണ്ട് തന്നെ നമ്മൾ സിറ്റ് ഔട്ടിനകത്ത് ഇരിക്കുകയാണെങ്കിൽ അത് അടുത്ത് വന്ന് വടിയിൽ ഇരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ പേടിച്ചുകൊണ്ട് പാറിപ്പോകുന്നൊന്നുമില്ല. ഇതാ കുട്ടികൾക്ക് ഇപ്പോൾ ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ സിറ്റ് ഔട്ടിനകത്ത് നമ്മൾ എത്ര പേരിരിക്കുകയാണെങ്കിലും ആൾക്കൊരു പേടിയില്ല. നമ്മളുടെ വടിയിൽ തൊട്ട് വന്നിരിക്കും, കാര്യങ്ങളൊക്കെ ചെയ്യും കേട്ടോ. പിന്നെ എന്തെങ്കിലും ഫുഡ് കിട്ടിക്കഴിഞ്ഞാൽ ഈ പേരക്ക മരത്തിൽ അതിൻ്റെ ഇണ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അതിനും കൊണ്ടു കൊടുക്കും കേട്ടോ. അങ്ങനെ നമ്മളൊരു ചെറുപഴം ഉണ്ടായിരുന്നത് ഫുള്ള് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ പ്രകൃതിയിലുള്ള പക്ഷികളായിട്ട് നമ്മളോട് ഇണങ്ങുക എന്ന് പറയുമ്പോൾ അത് വലിയൊരു സംഭവം തന്നെയാണ് കേട്ടോ. ഇതിന് മുൻപ് എൻ്റെ വീട്ടിലൊരു പൂച്ച പ്രസവിച്ചിട്ടുണ്ടായിരുന്നു 3 കുഞ്ഞുങ്ങൾ. അത് ഞാൻ ഇതിന് മുൻപുള്ള വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ജീവിക്കുന്ന പോലെ തന്നെ അവർക്ക് പ്രകൃതിയിൽ ജീവിക്കാനുള്ള അനുവാദമുണ്ട്. അപ്പോൾ നമ്മൾ ഒരിക്കലും ഒരു പക്ഷികളെ നമുക്ക് ഇങ്ങോട്ട് ഉപദ്രവം ചെയ്യാത്ത പക്ഷികളെ മൃഗങ്ങളെയൊന്നും നമ്മൾ അങ്ങോട്ടും ഉപദ്രവം ചെയ്യരുത് കേട്ടോ. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ 2 മാസത്തോളമായി നമ്മളുടെ ഫാന് വർക്ക് ചെയ്യിപ്പിച്ചിട്ട്. അപ്പോൾ നമ്മൾ ഈ കിളികളെ സംരക്ഷിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ മാത്രമാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത് എൻ്റെ വീട്ടിനകത്തുള്ളൊരു നമ്മളുടെ എന്തോ ഒരു മരം പറയും, ചക്കപ്പഴമോ നീനപ്പഴം എന്തോ ഒരു മരത്തിനകത്ത് 2 കിളികൾ രാത്രിയിൽ വന്ന് ഇരിക്കുന്ന വീഡിയോ ആണ് കേട്ടോ അത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബായ്.